ഏവർക്കും ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, +2 മാത്തമാറ്റിക്സ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. +2 മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ നമ്പർ 4 ഡിറ്റർമിനൻസ്. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് കീ പോയിന്റ്സും ഷുവർ ക്വസ്റ്റ്യൻസും സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് 6 മാർക്കാണ്. സാധാരണ എസ്എ ക്വസ്റ്റ്യനാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറ്. സോ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഈ ചാപ്റ്ററിലെ കംപ്ലീറ്റ് കീ പോയിന്റ്സും ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം ഷുവർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടികൾ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസ് കൂടെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. സോ ഈ ചാപ്റ്ററിൽ കുട്ടികൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട കീ പോയിന്റ്സ്. നമ്പർ 1, ഡിറ്റർമിനന്റ് ABCD ഈക്വൽ ടു ഡാഷ്. എന്തായിരിക്കും? ഒരു 2/2 ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്കറിയാം. ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. A into D മൈനസ്, അത് ഫോർമുലയിലുള്ളതാണ് കേട്ടോ, ദെൻ ഇവയുടെ പ്രോഡക്റ്റ് BC അല്ലെ, ഇവയുടെ പ്രോഡക്റ്റ് മൈനസ് ഇവയുടെ പ്രോഡക്റ്റ് അല്ലെ, ഇങ്ങനെ ആരോട്ടൊക്കെ ചെയ്യാം. ഓക്കെ, ഇത് ഇൻറ്റു ഇത് മൈനസ് ഇത് ഇൻറ്റു ഇത് ചെയ്യുമ്പോൾ 2/2 ഡിറ്റർമിനന്റ് വാല്യൂ കിട്ടും. അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, if order of A equal to n by n, then determinant KA equal to dash. പലപ്പോഴും എക്സാമിനേഷൻ ഓൺവേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ആൻസർ K raised to n into determinant A. Order of A 2/2 ആണെങ്കിൽ ഡിറ്റർമിനന്റ് KA എന്തായിരിക്കും? ഓർഡർ ഓഫ് A 2/2 ആണെങ്കിൽ ഡിറ്റർമിനന്റ് KA എന്തായിരിക്കും? K² into determinant A. ഓക്കെ, ഇനി ഓർഡർ ഓഫ് A 3/3, then ഡിറ്റർമിനന്റ് 2A എന്തായിരിക്കും? ഡിറ്റർമിനന്റ് 2A. അപ്പൊ Kക്ക് 2 കൊടുത്താൽ പോരെ. 2 raised to ഓർഡർ എന്തായിരുന്നു? 3 ആണ് പറഞ്ഞത്. 2 raised to 3 into ഡിറ്റർമിനന്റ് A. അപ്പൊ ഇങ്ങനെ മാറി മാറി ക്വസ്റ്റ്യൻസ് ഓൺവേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാം. ഈ റിസൾട്ട് ഓർത്തിരിക്കണം. ഡിറ്റർമിനന്റ് KA, ആ K എന്ന് പറഞ്ഞൊരു സ്കെയിലർ ആണ്. അത് ഔട്ട്സൈഡ് എടുക്കുമ്പോൾ K raised to n into ഡിറ്റർമിനന്റ് A എന്ന് എഴുതാം. നെക്സ്റ്റ്, A square matrix A is said to be singular if determinant A equal to 0. ഒരു മെട്രിക്സ് നോൺ സിംഗുലർ ആണെങ്കിൽ ഡിറ്റർമിനന്റ് A എന്തായിരിക്കും? നോട്ട് ഈക്വൽ ടു 0. വെരി വെരി ഇമ്പോർട്ടന്റ് റിസൾട്ട്. നെക്സ്റ്റ് വൺ, the transpose of cofactor matrix is called adjoint of a matrix. ഒരു മെട്രിക്സിന്റെ അഡ്ജോയിന്റ് എങ്ങനെയാണ് കിട്ടുന്നത്? ഒരു മെട്രിക്സിലെ ഓരോ എലമെന്റിന്റെയും കോഫാക്ടർ കണ്ടെത്തുക. അതൊരു മെട്രിക്സ് ആക്കി എഴുതുമ്പോൾ കിട്ടുന്നതാണ് കോഫാക്ടർ മെട്രിക്സ്. അതിന്റെ ട്രാൻസ്പോസ്, അതിനെയാണ് എന്ത് പറയുന്നത്? അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ്. The transpose of cofactor matrix is called adjoint of a matrix. Key point number 5, important one. A into adj. Adj means adjoint of a matrix A equal to തിരിച്ച് adjoint of A into A മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്താണ്? ഡിറ്റർമിനന്റ് A into I. ഇമ്പോർട്ടന്റ് വൺ. A into adj എന്ന് പറയുന്നത് എന്താണ്? ഡിറ്റർമിനന്റ് A into I. I എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ്. നെക്സ്റ്റ് വൺ, അനദർ ഇമ്പോർട്ടന്റ് വൺ. Order of A n by n, then determinant adj equal to determinant A raised to n minus 1. Order of A 3/3, then determinant adj എന്തായിരിക്കും? determinant A² ആയിരിക്കും. വെരി വെരി ഇമ്പോർട്ടന്റ് റിസൾട്ട്. നെക്സ്റ്റ് വൺ, മസ്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യേണ്ടി വരുന്ന ഒരു ഫോർമുലയാണ്. A ഇൻവേഴ്സ് ഈക്വൽ ടു ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് കാണാനുള്ള ഫോർമുല A ഇൻവേഴ്സ് ഈക്വൽ ടു adj by determinant A. അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സിനെ ഡിറ്റർമിനന്റ് A കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. ഇൻവെർട്ടിബിൾ ആകണമെങ്കിൽ ആ മെട്രിക്സ് എന്തായിരിക്കണം? നോൺ സിംഗുലർ. ഡിറ്റർമിനന്റ് A നോട്ട് ഈക്വൽ ടു 0 ആയാൽ മാത്രമേ ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ A ഇൻവേഴ്സ് കാണുന്ന ഫോർമുല adj by determinant A. നെക്സ്റ്റ്, എ സിസ്റ്റം ഹാവ് ഓൺലി വൺ സൊല്യൂഷൻ. സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ, അതാണ് ആപ്ലിക്കേഷൻ ഓഫ് ഡിറ്റർമിനൻസിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നമുക്ക് പഠിക്കാനുള്ളത്. അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് തിയറി പോർഷൻസ് അറിയേണ്ടതുണ്ട്. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ ഡിസ്കസ് ചെയ്യും. ഇവിടെ ഒരു ഒരു സിസ്റ്റത്തിന് ഓൺലി വൺ സൊല്യൂഷൻ ആകണമെങ്കിൽ ഡിറ്റർമിനന്റ് എന്തായിരിക്കണം? നോട്ട് ഈക്വൽ ടു 0. ആ യൂണിക് സൊല്യൂഷൻ കാണുന്ന ഫോർമുല ക്യാപിറ്റൽ X ഈക്വൽ ടു A ഇൻവേഴ്സ് ഇൻറ്റു B. വെരി വെരി ഇമ്പോർട്ടന്റ് വൺ അല്ലെ. സൊല്യൂഷൻ കാണുന്ന ഫോർമുല ക്യാപിറ്റൽ X ഈക്വൽ ടു A ഇൻവേഴ്സ് ഇൻറ്റു B. എ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഹാസ് one or more solution, then the system is said to be consistent. Solution ഉണ്ട് എങ്കിൽ ആ സിസ്റ്റത്തെ കൺസിസ്റ്റന്റ് എന്ന് പറയും. അതർവൈസ് the system is said to be inconsistent.
Finally, the last one. If x1, y1, x2, y2 and x3, y3 are the vertices of a triangle, then its area. ഒരു ട്രയാങ്കിളിന്റെ 3 വെർട്ടിസസ് എന്നാൽ ഏരിയ കാണുന്ന ഫോർമുല ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ്. ഫസ്റ്റ് കോളത്തിൽ എക്സ് കോർഡിനേറ്റുകൾ എഴുതുക x1, x2, x3. സെക്കൻഡ് കോളത്തിൽ y കോർഡിനേറ്റുകൾ എഴുതുക y1, y2, y3. തേർഡ് കോളത്തിൽ 1, 1, 1. വെരി ഇമ്പോർട്ടന്റ് വൺ. 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ റിസൾട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ട്രയാങ്കിളിന്റെ ഏരിയ കാണുന്ന ഫോർമുല. നെക്സ്റ്റ് 3 പോയിന്റ്സ് ആർ സെഡ് ടു ബി കൊളീനിയർ ഇഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു 0. ദിസ് ഡിറ്റർമിനന്റ് വാല്യൂ 0 ഇക്വേറ്റ് ചെയ്താൽ മതി. അതായത് ഡിറ്റർമിനന്റ് x1, x2, x3, y1, y2, y3, 1, 1, 1 ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ 3 പോയിന്റും കൊളീനിയർ എന്ന് പറയും. 3 പോയിന്റ്സ് കൊളീനിയർ ആകാനുള്ള കണ്ടീഷൻ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു 0. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ മസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട റിസൾട്ട്. മെട്രിസസ് എന്ന ചാപ്റ്ററുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി റിസൾട്ടുകൾ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ന്യൂമറിക്കൽ കാൽക്കുലേഷൻ പ്രാക്ടീസ് ചെയ്യണം. എങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്നുള്ള 9 മാർക്കും നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 1. ഫൈൻഡ് വാല്യൂ ഓഫ് എക്സ് ഇഫ് ഡിറ്റർമിനന്റ് 2, 4, 5, 1 ഈക്വൽ ടു ഡിറ്റർമിനന്റ് 2x, 4, 6x. രണ്ട് ഡിറ്റർമിനൻസ് ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഇക്വേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. മെട്രിസസിലാണെങ്കിലാണ് അങ്ങനെ എഴുതുന്നത്. പല കുട്ടികളും 2 ഈക്വൽ ടു 2x എന്ന് എഴുതും. തെറ്റ്. അത് മെട്രിസസ് ആണെങ്കിൽ ഓക്കെ. ഡിറ്റർമിനന്റ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് സിംപ്ലിഫൈ ചെയ്ത് ഒരു വാല്യൂ കണ്ടെത്തുക, റൈറ്റ് ഹാൻഡ് സൈഡ് സിംപ്ലിഫൈ ചെയ്യുക, എന്നിട്ട് രണ്ട് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ കിട്ടും. സോ ഇവിടെ ലെഫ്റ്റ് സൈഡ് എന്താണ് വാല്യൂ ഓഫ് ദിസ് ഡിറ്റർമിനന്റ്? 2 into 1 2 minus 5 into 4 20. 2 minus 20. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എന്താണ്? ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 minus 20 ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്താണ്? 2x into x 2x square മൈനസ് അത് ഫോർമുല 6 into 4 24. ഡിറ്റർമിനന്റ് എക്സ്പാൻഡിന് അറിയാമല്ലോ. ഇനി എന്ത് ചെയ്യുക? രണ്ട് സൈഡും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2x square ഈക്വൽ ടു 6, x square ഈക്വൽ ടു 3, x ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് √3 എന്ന് കിട്ടും. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓർത്തിരിക്കുക സിംപ്ലിഫിക്കേഷൻ സ്പെഷ്യലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. a into aj ഈക്വൽ ടു aj into a ഈക്വൽ ടു എന്താണ് ആൻസർ? ഡിറ്റർമിനന്റ് a into i. നമ്മൾ പ്രോപ്പർട്ടീസിൽ സൂചിപ്പിച്ചു. നെക്സ്റ്റ് ഇഫ് ഓർഡർ ഓഫ് a 3/3 then ഡിറ്റർമിനന്റ് aj എന്തായിരിക്കും? ഡിറ്റർമിനന്റ് aj ഡിറ്റർമിനന്റ് a raised to n minus 1. So determinant a raised to 3 minus 1. Determinant a raised to 2 is the answer. Next one. The area of the triangle formed by 3 collinear points is എന്താണ്? 0. അതിന്റെ ആൻസർ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് PDF-ന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകും. അത് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. If a equal to matrix 3 1 minus 1 2 then show that a square minus 5a plus 7i equal to 0 and hence find a inverse. മെട്രിക്സ് ഇക്വേഷൻ യൂസ് ചെയ്ത് ഹൗ ടു ഫൈൻഡ് എ ഇൻവേഴ്സ്, അതാണ് ഈ പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, എ ഇൻവേഴ്സ് കാണാൻ മറ്റൊരു ഫോർമുലയുണ്ട്, അതല്ല ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് എ ഇൻവേഴ്സ് കണ്ടെത്തണം. ആദ്യം ഈ ഇക്വേഷൻ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി എസ് സ്ക്വയർ നമ്മൾ കണ്ടെത്തണം. മെട്രിക്സിലും പഠിച്ചപ്പോൾ ഡിസ്കസ് ചെയ്തു. എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ എന്ന മെട്രിക്സ് 2 പ്രാവശ്യം എഴുതുക, എന്നിട്ട് ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും 3 into 3 9, 1 into -1 -1. നെക്സ്റ്റ് ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ മെട്രിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു, പഠിക്കണം. 3 into 1 3, അടുത്ത് 1 into 2 2. നെക്സ്റ്റ് സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും -1 into 3 -3, 2 into -1 -2. നെക്സ്റ്റ് സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും -1 into 1 -1, 2 into 2 4. ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ 8, ഇവിടെ 5, ഇവിടെ -5, ഇവിടെ 4 -1 3. എസ് സ്ക്വയർ കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡ് എടുക്കുക. എസ് സ്ക്വയർ മൈനസ് 5a പ്ലസ് 7i. എസ് സ്ക്വയർ തൊട്ട് മേളിൽ കണ്ടെത്തിയത് എഴുതുക. മൈനസ് 5a എന്ന് പറഞ്ഞാൽ എ എന്ന മെട്രിക്സിലെ ഓരോ എലമെന്റിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്നിട്ട് 5 into 3 15, 5 into 1 5, -1 into 5 -5, 2 into 5 10, പ്ലസ് 7i. i മീൻസ് ഐഡന്റിറ്റി മെട്രിക്സ് 1 0 0 1. അതിനെ ഓരോന്നിനെയും 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 7i. അതായത് 7 0 0 7.
ഇതും ഇതും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക, എന്നിട്ട് ഇതുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ എലമെന്റും 0 കിട്ടുന്നതായിട്ട് മനസ്സിലാക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എ 0 മെട്രിക്സ്. therefore a square minus 5a plus 7i equal to 0 എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. മെട്രിക്സിന്റെ അഡിഷനും സബ്ട്രാക്ഷനും ഒക്കെ നിങ്ങൾക്ക് അറിയാം എന്നാണ് വിശ്വാസം. മെട്രിസസ് എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് എ ഇൻവേഴ്സ് കാണണം. അതിനുവേണ്ടി ഇക്വേഷൻ ഒരിക്കൽ കൂടെ എഴുതുക. മൾട്ടിപ്ലൈങ് ഈച്ച് ടേം ബൈ എ ഇൻവേഴ്സ്. ഓരോ ടേമിനെയും എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ആവും. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? എ ഇൻവേഴ്സ് ഇൻറ്റു എ സ്ക്വയർ മൈനസ് 5 ഇൻറ്റു എ ഇൻവേഴ്സ് ഇൻറ്റു എ പ്ലസ് 7 എ ഇൻവേഴ്സ് ഇൻറ്റു ഐ ഈക്വൽ ടു ഇവിടെയും എ ഇൻവേഴ്സ് ഇൻറ്റു 0 ദാറ്റ് ഈസ് 0. ഇനി എ റൈസ് ടു 2 എ റൈസ് ടു -1 മൾട്ടിപ്ലൈ ചെയ്താൽ എ റൈസ് ടു 1 എന്ന് കിട്ടും അല്ലേ? എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു എൻ. ആ പ്രോപ്പർട്ടി ഇവിടെയും ഓക്കെയാണ്. അപ്പോൾ എ റൈസ് ടു 1 ഇവിടെ എന്ത് കിട്ടും? -5 ഇൻറ്റു എ ഇൻവേഴ്സ്. അത് മറ്റൊരു പ്രോപ്പർട്ടിയാണ്, ഐ എന്ന് കിട്ടും അല്ലെ? 1 - 1 0. 1 എന്ന് പറഞ്ഞാൽ മെട്രിക്സിൽ എന്തിന് ഈക്വലന്റ് ആണ്? ഐ, ഐഡന്റിറ്റി മെട്രിക്സ്. സോ -5 ഇൻറ്റു എ ഇൻവേഴ്സ് ഐ എന്ന് എഴുതാം പ്ലസ് 7 ഇൻറ്റു എ ഇൻവേഴ്സും ഐയും മൾട്ടിപ്ലൈ ചെയ്താൽ എ ഇൻവേഴ്സ് ഈക്വൽ ടു 0. ഇവിടെ എന്ത് കിട്ടും? 7 എ ഇൻവേഴ്സ് ഈക്വൽ ടു -5i റൈറ്റ് സൈഡിൽ വരുമ്പോൾ പ്ലസ് 5i, എ റൈറ്റ് സൈഡിൽ വരുമ്പോൾ -a. സോ 7 എ ഇൻവേഴ്സ് ഈക്വൽ ടു 5i. എന്താണ്? 5005 മൈനസ് എ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി ഇവ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5 - 3 2. 0 എന്ന് 1 കുറച്ചാൽ -1, 0 എന്ന് -1 പ്ലസ് 1 എന്ന് കിട്ടും. 5 - 2 3. ഇതിപ്പോ 7 എ ഇൻവേഴ്സ് ആണ്. അപ്പൊ എ ഇൻവേഴ്സ് ഈക്വൽ ടു എന്ത് കിട്ടും? 1/7. ഈ 7 ഇവിടെ റൈറ്റ് സൈഡിൽ വരുമ്പോൾ ഡിവൈഡ് ചെയ്യണം. 1/7 ഇൻറ്റു ദിസ് മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് സിംപ്ലിഫിക്കേഷൻ ഉണ്ട്, പ്രാക്ടീസ് ചെയ്യുക. ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ഇയർ പബ്ലിക് എക്സാമിനേഷൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് 2x plus 5y equal to 1 and 3x plus 2y equal to 7. 2 equations with 2 variables വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യാം? അതുപോലെ 3 ഇക്വേഷൻസ് വിത്ത് 3 വേരിയബിൾസ് വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യാം? 2ൽ 1 100% ഉറപ്പാണ്. എല്ലാ വർഷവും പബ്ലിക് എക്സാമിനേഷൻ ചോദിക്കും. ഒന്നുകിൽ ഈ 2 ഇക്വേഷൻ വിത്ത് 2 അൺനോൺസ് ചോദിക്കാം, അല്ലെങ്കിൽ 3 ഇക്വേഷൻസ് വിത്ത് 3 അൺനോൺസ് സോൾവ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് ചോദിക്കും. അതുകൊണ്ടാണ് 2 ക്വസ്റ്റ്യനും നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി ഈ തന്നിട്ടുള്ള സിസ്റ്റം ഓഫ് ഇക്വേഷനെ മെട്രിക്സ് ഫോമിലോട്ട് നമ്മൾ എഴുതേണ്ടതുണ്ട്. ഓക്കെ, ദ ഗിവൺ ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ഇൻ ദ മെട്രിക്സ് ഫോം. എന്താണ്? ax ഈക്വൽ ടു b എന്ന് എഴുതുക. സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ആദ്യം എന്തെഴുതണം? ദ ഗിവൺ ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ഇൻ ദ മെട്രിക്സ് ഫോം ax ഈക്വൽ ടു b. എന്താണ് a എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നിട്ടുള്ള മെട്രിക്സിന്റെ കോഎഫിഷ്യൻസ് നോക്കടാ. 2 5 ഇതാണ് ഫസ്റ്റ് റോയില്. ഫസ്റ്റ് റോയിലെ എലമെന്റ്സ് 2 5. സെക്കൻഡ് റോയിൽ എന്ത് എഴുതണം? 3 2. അപ്പോൾ എന്താണ് മെട്രിക്സ്? ക്യാപിറ്റൽ A ഈക്വൽ ടു 2 5 3 2. ക്യാപിറ്റൽ A ഈക്വൽ ടു 2 5 3 2. ക്യാപിറ്റൽ X എന്ന് പറഞ്ഞാൽ നമ്മുടെ അൺനോൺസ് ഏതൊക്കെയാണ്? ഇവിടുത്തെ അൺനോൺസ് എക്സും വൈയും. അത് കോളം മെട്രിക്സ് ആക്കി എഴുതുക. കോളം മെട്രിക്സ് XY. ക്യാപിറ്റൽ B ഈക്വൽ ടു കോളം മെട്രിക്സ് നമ്മുടെ കോൺസ്റ്റന്റ്സ്. ക്വസ്റ്റ്യനിൽ തന്നുള്ള കോൺസ്റ്റന്റ് റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ്? ഇവിടെ 1 ഇവിടെ 7. അത് കോളം മെട്രിക്സ് ആക്കി എഴുതണം. 1 7. ഇത്രയും ചെയ്തതിന് ശേഷം ഡിറ്റർമിനന്റ് A കാണുക. അറിയാം 2 × 2 4 മൈനസ് 3 × 5 15 ഈക്വൽ ടു -11. ഡിറ്റർമിനന്റ് A എന്ത് കിട്ടി? -11 നോട്ട് ഈക്വൽ ടു 0. therefore the equation has only one solution. hence the system is consistent എന്നും പറയാം അല്ലെ? സൊല്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് പറയും? കൺസിസ്റ്റന്റ് എന്ന് പറയും. അപ്പോൾ ഡിറ്റർമിനന്റ് A കാണുക. നെക്സ്റ്റ് നിങ്ങൾ അഡ്ജ് A കാണുക. അഡ്ജോയിന്റ് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഒരു 2/2 മെട്രിക്സിന്റെ അഡ്ജോയിന്റ് കാണാൻ ഷോർട്ട് കട്ട് ഇത്രയേ ഉള്ളൂ. ഈ മെയിൻ ഡയഗണലുള്ള എലമെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുക. ഇവിടെ 2 സെയിം ആയതുകൊണ്ട് ഇന്റർചേഞ്ച് ചെയ്തിട്ട് വലിയ കാര്യമില്ല. 2 2 എന്ന് കിട്ടും. അടുത്ത് മറ്റേ എലമെന്റ്സ്, ഈ റിമൈനിങ് എലമെന്റ്സ് ഓപ്പോസിറ്റ് സൈൻ ഇട്ട് എഴുതുക. 5 ആണെങ്കിൽ -5 എന്ന് എഴുതുക. 3 ആണെങ്കിൽ -3 എന്ന് എഴുതുക. കിട്ടി അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ്. ഓക്കെ, അഡ്ജ് A വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. മെയിൻ ഡയഗണൽ എലമെന്റ്സ് ഇന്റർചേഞ്ച് ചെയ്യുക, മറ്റു രണ്ടും ഓപ്പോസിറ്റ് സൈൻ ഇടുക. അഡ്ജ് A കിട്ടിക്കഴിഞ്ഞാൽ A ഇൻവേഴ്സ് കാണുന്ന ഫോർമുല എന്താണ്? അഡ്ജ് A ബൈ ഡിറ്റർമിനന്റ് A. ഡിറ്റർമിനന്റ് -11. അപ്പോൾ 1 ബൈ ഡിറ്റർമിനന്റ് -11 ഇൻറ്റു അഡ്ജ് A. ഈ മെട്രിക്സ് അതുപോലെ എഴുതുക. നൗ സൊല്യൂഷൻ കാണുന്ന ഫോർമുല നേരത്തെ സൂചിപ്പിച്ചു.
ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. എ ഇൻവേഴ്സ് തൊട്ട് മേളിൽ കിട്ടി, അതുപോലെ എഴുതുക. ഇൻറ്റു ക്യാപിറ്റൽ ബി, അത് തുടക്കത്തിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. കോളം മെട്രിക്സ് 1 7. ഈ 1/-11 അതുപോലെ എഴുതുക. ഈ മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ അറിയാലോ. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ എലമെന്റ് 2 × 1 2, അടുത്ത -5 × 7 -35. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് ആദ്യ എലമെന്റ് കിട്ടുന്നത്. അടുത്ത് ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും കഴിഞ്ഞു. അടുത്തെന്താണ് സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും. അപ്പൊ സെക്കൻഡ് റോയിൽ ആൻസർ എഴുതണം. -3 × 1 -3, 2 × 7 14. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/-11 ഇതെന്ത് കിട്ടും? -33. ഇത് +11. ഓരോ എലമെന്റിനെയും -11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഇവിടെ +3, ഇവിടെ എന്ത് കിട്ടും? -1. ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? തുടക്കത്തിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. കോളം മെട്രിക്സ് എക്സ് വൈ. കോളം മെട്രിക്സ് എക്സ് വൈ ഈക്വൽ ടു കോളം മെട്രിക്സ് 3 - 1. അതായത് എക്സ് ഈക്വൽ ടു 3, വൈ ഈക്വൽ ടു എന്ത് കിട്ടും? -1. സോ എങ്ങനെയാണ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്? വളരെ ഇമ്പോർട്ടന്റ്. എ എക്സ് ഈക്വൽ ടു ബി എന്ന് എഴുതുക. എ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ മെട്രിക്സ്, എക്സ് വേരിയബിൾ മെട്രിക്സ്, ക്യാപിറ്റൽ ബി കോൺസ്റ്റന്റ് മെട്രിക്സ്. എക്സും ബിയും കോളം മെട്രിക്സ് ആക്കി എഴുതുക. ഡിറ്റർമിനന്റ് കാണുക. നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അഡ്ജെ കാണുക. അഡ്ജെ കണ്ടാൽ ഇൻവേഴ്സ് കാണുക. ഇൻവേഴ്സ് കണ്ടാൽ ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു എന്താണ് ഫോർമുല? എ ഇൻവേഴ്സ് ഇൻറ്റു ബി. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആദ്യത്തെ എലമെന്റ് എക്സ്, രണ്ടാമത്തെ എലമെന്റ് വൈ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. മസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഒത്തിരി ക്വസ്റ്റ്യൻസ് എഴുതി പഠിക്കുക. എങ്കിൽ ഈസി ആയിട്ട് ഈ 4 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 7. Find value of lambda if A equal to matrix 5 - 3 5 lambda is singular. ഒരു മെട്രിക്സ് സിംഗുലാർ ആണെങ്കിൽ ഡിറ്റർമിനന്റ് എ എന്തായിരിക്കും? 0. അപ്പൊ ഡിറ്റർമിനന്റ് എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 5 - 3 5 ലാംഡ ഈക്വൽ ടു 0. എങ്ങനെയാണ് സിംപ്ലിഫിക്കേഷൻ? 5 × ലാംഡ 5 ലാംഡ മൈനസ് എന്ത് കിട്ടും? -15. അത് +15. അത് അപ്പുറത്ത് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ -15. ലാംഡ ഈക്വൽ ടു -15/5 ദാറ്റ് ഈസ് -3. അപ്പോൾ ഒരു മെട്രിക്സ് സിംഗുലാർ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് 0. ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഒരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ലാംഡയുടെ വാല്യൂ കിട്ടും. അത് ഈസിയാണ്, ഇമ്പോർട്ടന്റും ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 8. If A equal to 1 2 3 4 then show that A into adj equal to determinant A into I. വളരെ സിമ്പിൾ ആണ്. നമ്മൾ പഠിച്ച ഒരു പ്രോപ്പർട്ടിയുടെ വെരിഫിക്കേഷൻ. അപ്പോൾ എ എന്ന മെട്രിക്സ് തന്നിട്ടുണ്ട്. അഡ്ജെ കാണണം. പറഞ്ഞോളൂ. എ എന്ന മെട്രിക്സ് ഇതാണ്. അഡ്ജെ എന്തായിരിക്കും? മെയിൻ ഡയഗണൽ ഇന്റർചേഞ്ച് ചെയ്യുക. 4 മേളിൽ പോകും, 1 താഴെ വരും. ഇത് രണ്ടും ഓപ്പോസിറ്റ് സൈൻ. അപ്പോൾ എന്ത് കിട്ടും? 4 മേളിൽ പോയി 1 താഴെ വന്നു. കണ്ടോ? അടുത്തത് രണ്ട് ഓപ്പോസിറ്റ് സൈൻ. -2 -3. അഡ്ജെ കിട്ടി. അടുത്ത് എ ഇൻറ്റു അഡ്ജെ. എ എന്ന മെട്രിക്സ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അഡ്ജെ കണ്ടു. ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2 0 0 -2 എന്ന് കിട്ടും. നെക്സ്റ്റ് നിങ്ങൾ ഡിറ്റർമിനന്റ് എ കാണുക. അപ്പോൾ -2 എന്ന് കിട്ടും. ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഐ -2 × I എന്ന് പറഞ്ഞാൽ 1 0 0 1. സിംപ്ലിഫൈ അപ്പോൾ ഈ മെട്രിക്സ് തന്നെ കിട്ടി. therefore A into adj equal to determinant A into I എന്ന് കിട്ടി. മൾട്ടിപ്ലിക്കേഷൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നിങ്ങൾ അത് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഈ വർഷം പബ്ലിക് എക്സാമിനേഷന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ, ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ 6 മാർക്സ് ക്വസ്റ്റ്യൻ. സോൾവ് the following system of equations by matrix method. 3x minus 2y plus 3z equal to 8, 2x plus y minus z equal to 1 and 4x minus 3y plus 2z equal to 4. The working rule നേരത്തെ പറഞ്ഞതുപോലെ the given equation can be written in the matrix form ax equal to b where a എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് മെട്രിക്സ് അല്ലെ. ക്വസ്റ്റ്യനിലെ ആ ഇക്വേഷന്റെ കോഎഫിഷ്യന്റ് ഒന്നാമത്തെ റോയിൽ ഫസ്റ്റ് റോയിൽ എന്തെഴുതണം? 3 -2 3. സെക്കൻഡ് റോയിൽ എന്തെഴുതണം? 2 1 -1. തേർഡ് റോയിൽ എന്തെഴുതണം? 4 -3 2. അപ്പോൾ കിട്ടുന്നതാണ് ക്യാപിറ്റൽ എ. അതാണ് ഇത്. ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ കോളം മെട്രിക്സ് അൺനോൺസ് എക്സ് വൈ ഇസഡ്. ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞാൽ കോളം മെട്രിക്സ് RHS റൈറ്റ് ഹാൻഡ് സൈഡിലെ കോൺസ്റ്റൻസ് 8 1 4. ശരിയല്ലേ? നോക്കിക്കോളൂ. 8 1 then എന്താണ്? 4. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് കാണണം? ഡിറ്റർമിനന്റ് എ. എന്താണ് ഡിറ്റർമിനന്റ് എ? എക്സ്പാൻഡ് ചെയ്യാൻ അറിയാം. ഡിറ്റർമിനന്റ് എ 3/3 മെട്രിക്സിന്റെ ഇവാലുവേഷൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റിവിഷൻ ക്ലാസ് കാണുക. അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് എലമെന്റ് 3 ×
3 ഉൾപ്പെടുന്ന കോളം ഹൈഡ് ചെയ്യുക, റോ ഹൈഡ് ചെയ്യുക. ഇത്രയും ഹൈഡ് ചെയ്താൽ പിന്നെ വരുന്ന ഈ 4 എലമെന്റ് അതിന്റെ ഡിറ്റർമിനന്റ് അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഡിറ്റർമിനന്റ് 1 -1 -3 2. രണ്ടാമത്തെ എലമെന്റിന്റെ ഓപ്പോസിറ്റ് സൈൻ +2. നമ്മൾ എക്സ്പാൻഡിങ് എലോങ് ഫസ്റ്റ് റോ ആണ് ചെയ്യുന്നത്. ആദ്യം 3 എഴുതി, അത് ഉൾപ്പെടുന്ന കോളവും റോയും കളയുമ്പോൾ കിട്ടുന്ന എലമെന്റിന്റെ ഡിറ്റർമിനന്റ് എഴുതി. അടുത്ത -2, ഇതിന് ഓപ്പോസിറ്റ് സൈൻ +2. ആ -2 ഉൾപ്പെടുന്ന റോ ഹൈഡ് ചെയ്യുക, കോളം ഹൈഡ് ചെയ്യുക. ബാക്കി 4 എലമെന്റ് ഏതാണ്? 2 -1 4 2, അതിന്റെ ഡിറ്റർമിനന്റ്. അടുത്ത തേർഡ് എലമെന്റ് അതുപോലെ എഴുതണം, +3 ഇൻറ്റു ഡിറ്റർമിനന്റ്. 3 ഉൾപ്പെടുന്ന റോ ഹൈഡ് ചെയ്യുക, കോളം ഹൈഡ് ചെയ്യുക. കോളവും റോയും ഹൈഡ് ചെയ്താൽ 2 1 4 -3 2 1 4 -3. ഇനി 3 ഇൻറ്റു ഇത് എക്സ്പാൻഡ് ചെയ്ത് നിങ്ങൾക്ക് അറിയാം, 2 × 1 2 മൈനസ് ഇത് 3 എന്ന് കിട്ടും. നെക്സ്റ്റ് +2 ഇൻറ്റു 4 -4 +4 3 ഇൻറ്റു ഇതെന്താണ് -6 -4. ഇനി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? -17. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0. therefore the given system has only one solution. ആ സൊല്യൂഷൻ ഉള്ളത് കൊണ്ട് ഈ സിസ്റ്റത്തെ നമ്മൾ എന്ത് പറയും? കൺസിസ്റ്റന്റ് എന്ന് പറയും. നെക്സ്റ്റ് നമുക്ക് കണ്ടെത്തേണ്ടത് അഡ്ജിയെ. ഈ അഡ്ജോയിന്റ് കാണാൻ 2 മെത്തേഡ് നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് കോഫാക്ടർ കണ്ടിട്ട് അതിന്റെ ട്രാൻസ്പോസ് എടുത്തെഴുതുമ്പോൾ കിട്ടുന്നതാണ് അഡ്ജോയിന്റ്. മറ്റൊന്നൊരു ഷോർട്ട് കട്ട് മെത്തേഡ്, അത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അഡ്ജോയിന്റ് കാണാനുള്ള ഷോർട്ട് കട്ട് അത് കണ്ട് മസ്റ്റായിട്ട് പഠിക്കുക. എങ്കിൽ മാത്രമേ അഡ്ജോയിന്റ് എഴുതിയാലേ താഴോട്ട് ബാക്കി ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഞാനിവിടെ ജസ്റ്റ് ആൻസർ മാത്രം എഴുതിയിട്ടുണ്ട്. അഡ്ജെ അതെങ്ങനെ കിട്ടുന്നു എന്നുള്ളത് റിവിഷൻ ക്ലാസ് കണ്ട് പഠിക്കുക. അഡ്ജെ കിട്ടിക്കഴിഞ്ഞാൽ A ഇൻവേഴ്സ് ഈക്വൽ ടു ഫോർമുല അഡ്ജി A ബൈ ഡിറ്റർമിനന്റ് A. അഡ്ജി A തൊട്ട് മേളിൽ കിട്ടി, എഴുതി. ബൈ ഡിറ്റർമിനന്റ് A, അതാണ് 1 ബൈ -17 എന്ന് എഴുതിയിട്ടുള്ളത്. Now capital X equal to എന്താണ് ഫോർമുല? A ഇൻവേഴ്സ് ഇൻറ്റു B. A ഇൻവേഴ്സ് തൊട്ട് മേളിലുണ്ട്, അത് അതുപോലെ എഴുതുക. ഇൻറ്റു ക്യാപിറ്റൽ B തുടക്കത്തിൽ എഴുതി 8 1 4. ഇനി 1 ബൈ -17 അതുപോലെ ഇതും മൾട്ടിപ്ലൈ ചെയ്യണം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയാം. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ എലമെന്റ് കിട്ടും. -1 × 8 -8 -5 × 1 -5 -1 × 4 -4. ഫസ്റ്റ് എലമെന്റ് കിട്ടി. അടുത്ത സെക്കൻഡ് റോയും ഈ കോളവും ചെയ്യുമ്പോൾ സെക്കൻഡ് എലമെന്റ് -8 × 8 -64 -6 × 1 -6 9 × 4 36. അതുപോലെ തേർഡ് റോയും ഫസ്റ്റ് കോളവും -10 × 8 -80 1 × 1 1 7 × 4 28. 1 ബൈ -17 ഇൻറ്റു ഇത് ആഡ് ചെയ്യുമ്പോൾ -17 -34 -51. ഓരോ എലമെന്റിനെയും -17 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ -17 ഡിവൈഡ് ചെയ്യുമ്പോൾ 1 -34 ബൈ -17 2 -51 ബൈ -17 എന്ത് കിട്ടി? 3. അതായത് x ഈക്വൽ ടു 1 y ഈക്വൽ ടു 2 z ഈക്വൽ ടു 3. ഈ കിട്ടിയ വാല്യൂസ് നമ്മുടെ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അത് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്തത് ശരി, അല്ല എങ്കിൽ തെറ്റെന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം ബോധ്യപ്പെടും. ചെയ്തു നോക്കുക. സോ ഞാനിവിടെ സ്കിപ്പ് ചെയ്ത പോർഷൻ ഹൗ ടു ഫൈൻഡ് അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ് കണ്ടെത്താൻ 2 മെത്തേഡ് ഉണ്ട്. ഏതാണോ ഈസി വേ അതനുസരിച്ച് പഠിക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ഫൈനലി ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 3 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ whose vertices are 1, 0, 6, 0 and 4, 3. ഏരിയ കാണുന്ന ഫോർമുല ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് x1 x2 x3 y1 y2 y3 1 1 1. ഹാഫ് ഇൻറ്റു ഫസ്റ്റ് കോളത്തിൽ x കോർഡിനേറ്റ് 1 6 4, സെക്കൻഡ് കോളത്തിൽ y കോർഡിനേറ്റ് 0 0 3, തേർഡ് കോളത്തിൽ 1 1 1. 1/2 ഇൻറ്റു ഇത് എക്സ്പാൻഡ് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ 1 ഇൻറ്റു അത് ഉൾപ്പെടുന്ന കോളം ഹൈഡ് ചെയ്യുക, റോ ഹൈഡ് ചെയ്യുക. ഈ 4 എലമെന്റിന്റെ ഡിറ്റർമിനന്റ് അതെന്ത് കിട്ടും? 0 -3 അതാണ് എഴുതിയിട്ടുള്ളത്. അടുത്ത -0 ഇൻറ്റു എന്ത് വന്നാലും 0. നെക്സ്റ്റ് തേർഡ് വൺ +1 ഇൻറ്റു റോ ഹൈഡ് ചെയ്യുക, കോളം ഹൈഡ് ചെയ്യുക. ഇതിന്റെ ഡിറ്റർമിനന്റ് 18 - 0. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 18 - 3 15/2 സ്ക്വയർ യൂണിറ്റ്സ് എന്ന് കിട്ടും, വിച്ച് ഈസ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ പരിചയപ്പെടുത്തുന്നു. സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് യൂസിംഗ് മെട്രിക്സ് മെത്തേഡ്. 2x + 5y = 1 and 3x + 2y = 7. 2 equations with 2 variables. So again നമ്മൾ നേരത്തെ ചെയ്തതുപോലെ the given equations can be written in the matrix form ax = b, where a = coefficient matrix. ആദ്യത്തെ ഇക്വേഷന്റെ കോഎഫിഷ്യന്റ് 2 5 അത് ഫസ്റ്റ് റോയിൽ എഴുതുക. സെക്കൻഡ് ഇക്വേഷനിലെ കോഎഫിഷ്യൻസ് 3 and 2 അത് സെക്കൻഡ് റോയിൽ എഴുതുക, which is the coefficient matrix. Now capital X =
കോളം മെട്രിക്സ് അൺനോൺസ്, ഇവിടുത്തെ അൺനോൺസ് ആരൊക്കെയാണ്? എക്സും വൈയും. ദെൻ ക്യാപിറ്റൽ ബി ഈക്വൽ ടു കോൺസ്റ്റൻസ്, കോൺസ്റ്റൻസ് ആരൊക്കെയാണ്? 1ഉം 7ഉം, അതും കോളം മെട്രിക്സ് ആയിട്ട് എഴുതുക. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഡിറ്റർമിനന്റ് എ. 3/3 മെട്രിക്സിൽ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഡിറ്റർമിനന്റ് എ, ഡിറ്റർമിനന്റ് ദിസ് വൺ 2 5 3 2. എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? 2 into 2 4 minus 3 into 5 15 equal to minus 11. Here determinant A not equal to 0. Hence the system have only one solution. Solution ഉണ്ട് എങ്കിൽ ആ സിസ്റ്റത്തെ എന്ത് പറയും? കൺസിസ്റ്റന്റ് എന്ന് പറയും. അപ്പോൾ സൊല്യൂഷൻ കാണുന്നതിന് വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് അഡ്ജോയിന്റ് എ. എ എന്ന മെട്രിക്സ് തന്നാൽ അതിന്റെ അഡ്ജോയിന്റ് കാണാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. 2/2 മെട്രിക്സ് ആണെങ്കിൽ ഷോർട്ട് കട്ട് ഈ മെയിൻ ഡയഗണൽ എലമെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യണം. ഓക്കെ, ഇവിടെ സെയിം എലമെന്റ് ആയതുകൊണ്ട് ഇന്റർചേഞ്ച് ചെയ്ത് നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. ഇവിടെ 3ഉം ഇവിടെ 5ഉം ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യും? 5 അവിടെ വരും, 3 ഇവിടെ വരും. അപ്പൊ മെയിൻ ഡയഗണൽ എലമെന്റ്സ് ഇന്റർചേഞ്ച് ചെയ്യുക, ഇവിടുത്തെ എലമെന്റ്സ് ഓപ്പോസിറ്റ് സൈൻ ഇട്ട് എഴുതുക, അപ്പോൾ കിട്ടുന്നതാണ് അഡ്ജെ. സോ എന്താണ് ഇവിടുത്തെ അഡ്ജെ? 2 2 അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തു. ഇത് അതേപോലെ തന്നെ എഴുതുക, ബട്ട് ഓപ്പോസിറ്റ് സൈൻ. -5 എഴുതുക, ഇവിടെ എന്ത് എഴുതുക? -3. അപ്പോൾ എന്ത് കിട്ടും? അഡ്ജെ എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടും. Now A inverse equal to formula adj by determinant A. അപ്പോൾ 1 by determinant A 1 by -11 into adj ഈ മെട്രിക്സ് അതുപോലെ എഴുതി. Now solution കാണുന്ന ഫോർമുല capital X equal to A inverse into B, that is equal to A inverse ഇത് അതുപോലെ എഴുതി into capital B തുടക്കത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. കോളം മെട്രിക്സ് 1 7 1 by -11. ഈ മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ? ആദ്യത്തെ മെട്രിക്സിലെ ഫസ്റ്റ് റോയും രണ്ടാമത്തെ മെട്രിക്സിലെ ഫസ്റ്റ് കോളവും ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ എലമെന്റ് കിട്ടും. അതായത് 2 into 1 എന്താണ്? 2. ദെൻ -5 into 7 -35. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് എലമെന്റ്. നെക്സ്റ്റ് സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും -3 into 1 that is -3. 2 into 7 that is 14. 1 by -11 into ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -33 താഴെ 14 -3 11. ഓരോ ടേമിനെയും -11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഇവിടെ +3 ഇവിടെ -1. സോ ക്യാപിറ്റൽ X എന്ന് പറഞ്ഞാൽ കോളം മെട്രിക്സ് X Y, അതായത് X equal to 3 Y equal to എന്ത് കിട്ടും? -1. സോ വിച്ച് ഈസ് ദ സൊല്യൂഷൻ ഓഫ് ദ ഗിവൺ ഇക്വേഷൻസ്. എക്സിന്റെ വാല്യൂ വൈയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എങ്കിൽ നമ്മൾ ചെയ്തത് കറക്റ്റ് ആണെന്ന് ഉറപ്പിക്കാം. എക്സിന് 3 കൊടുത്താൽ 6, വൈക്ക് എന്താണ്? -1. 6 - 5 that is equal to 1. അപ്പൊ നമ്മൾ ചെയ്തത് കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് തന്നെ വെരിഫൈ ചെയ്യാൻ സാധിക്കും. സോ ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ഷുവർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായും ഈ ചാപ്റ്ററിലെ 6 മാർക്കും സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കൂടെ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. സോ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ പ്രീവിയസ് എക്സാമിനേഷന് ചോദിച്ച വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുള്ളത്. സോ ഈ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസ് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലെ 6 മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. സോ ഈ ചാപ്റ്ററിലെ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻ നമ്പർ 1. Solve the system of equations 2/x plus 5/y equal to 1, 3/x plus 2/y equal to 7. ഇതൊരു ലീനിയർ ഇക്വേഷൻ അല്ല, പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം? ഇത് സോൾവ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഇതിനെ ലീനിയർ ആക്കി മാറ്റുക. ലീനിയർ മീൻസ് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആക്കി മാറ്റണം. അതിനുവേണ്ടി ഇത്തരം ക്വസ്റ്റ്യൻ വന്നാൽ ഇത് ഇത്തരത്തിൽ മിസ്ലേനിയസ് എക്സസൈസിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, സമാനമായ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉൾപ്പെടുത്തിയെന്ന് മാത്രം. ഈ 1/xന് u എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, 1/yക്ക് v എന്ന് കൊടുക്കുക. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? 1/xന് u ആണ്, അപ്പോൾ 2u plus 5v equal to 1. അതുപോലെ ഇവിടെയും എന്ത് കിട്ടും? 3u plus 2v equal to 7, which is a linear equation. പിന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നാൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, 1/xന് u 1/yക്ക് v. അപ്പോൾ നമ്മുടെ ഗിവൺ ഇക്വേഷൻ റീഡിഫൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതാം. The given equation can be written in the matrix form. എന്താണ്? Ax equal to b, where a എന്ന് പറഞ്ഞാൽ ഇതിന്റെ കോഎഫിഷ്യന്റ് മെട്രിക്സ് 2 5 3 2 അല്ലേ, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ. ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അൺനോൺസ് വേരിയബിൾസ് ഏതൊക്കെയാണ്? യു പി, അത് കോളം മെട്രിക്സ് ആക്കി എഴുതുക. ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻസ്, അത് കോളം മെട്രിക്സ് ആക്കി എഴുതുക. എന്താണ്? 1 7. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ. ഇനി ഡിറ്റർമിനന്റ് എ കാണുക. ഡിറ്റർമിനന്റ് അറിയാലോ, 2 into 2 4 minus 3 into 5 15. 4 minus 15 എന്ത് കിട്ടും? -11. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് അഡ്ജോയിന്റ് ഓഫ് ദ മെട്രിക്സ് എ, അഡ്ജെ. അഡ്ജെ എഴുതാൻ ഷോർട്ട് കട്ട് ഉണ്ട്. ഈ മെയിൻ ഡയഗണൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുക. ഇവിടെ 2ഉം ഇവിടെ 4ഉം ആയിരുന്നെങ്കിൽ 4 മേളിൽ വരും, 2 താഴെ വരും. ഇവിടെ സെയിം ആയതുകൊണ്ട് ഇന്റർചേഞ്ച് ചെയ്യുന്നത് ഫീൽ ചെയ്യത്തില്ല. 2 2 എന്ത്
എന്താണ് ഇവ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യണം. ഇത് ഓപ്പോസിറ്റ് സൈഡിട്ട് എഴുതണം. ഇന്റർചേഞ്ച് ചെയ്തത് ഓപ്പോസിറ്റ് സൈഡ് -5 -3. ഇതാണ് ഷോർട്ട് കട്ട് എഴുതിയാൽ മാർക്ക് കിട്ടും, നോ ഡൗട്ട്. അഡ്ജ് എ കിട്ടിക്കഴിഞ്ഞാൽ എ ഇൻവേഴ്സ് കാണുക. അഡ്ജ് എ ബൈ ഡിറ്റർമിനന്റ് എ 1 ബൈ ഡിറ്റർമിനന്റ് എന്താണ് -11 ഇൻറ്റു അഡ്ജ് എ എഴുതി. ഇനി ക്യാപിറ്റൽ എക്സ് കാണുന്ന ഫോർമുല എ ഇൻവേഴ്സ് ഇൻറ്റു ബി. എ ഇൻവേഴ്സ് ഈ മെട്രിക്സ് ഇൻറ്റു ബി ഓൾറെഡി നമ്മൾ പറഞ്ഞു 17. ഈ 1 ബൈ -11 അതുപോലെ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ? ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളും ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ എലമെന്റ് 2 × 1 2 -5 × 7 -35 2 -35 അതാണ് ഒരു എലമെന്റ്. അടുത്ത സെക്കൻഡ് റോയും ഈ കോളും -3 × 1 -3 പ്ലസ് 2 × 7 14. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 ബൈ -11 ഇൻറ്റു ഇതെന്താണ് -33 ഇത് +11. ഓരോ ടേമിനെയും -11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. -11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ +3 ഇവിടെ എന്ത് കിട്ടും? -1. അത് സോൾവ് ചെയ്യുമ്പോൾ u എന്ന് പറയുന്നത് എന്ത് കിട്ടി? 3. v എന്ന് പറയുന്നത് -1. അങ്ങനെയാണല്ലോ നമ്മൾ തുടക്കത്തിൽ അസ്യൂം ചെയ്തത് u, v. അപ്പോൾ u 3 v എന്താണ് -1 എങ്കിൽ x എന്ന് പറയുന്നത് ഇതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും 1/3. v എന്ന് പറയുന്നത് ഇതിന്റെ റെസിപ്രോക്കൽ -1 ബൈ -1 എന്ന് പറഞ്ഞാൽ -1 തന്നെയാണ്. ഓക്കെ, കാരണം തുടക്കത്തിലുള്ള അസംഷൻ അങ്ങനെയാണ്. എന്താണ്? u എന്ന് പറയുന്നതിന്റെ റെസിപ്രോക്കലാണ് 1/x. അപ്പോൾ x എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/u അല്ലെ. x കാണാൻ യുവിന്റെ റെസിപ്രോക്കൽ കണ്ടാൽ മതി, y കാണാൻ v യുടെ റെസിപ്രോക്കൽ കണ്ടാൽ മതി. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. Next, find value of x if determinant 2 + x 1 2x = 6. ഇത്തരത്തിലുള്ള ഒത്തിരി ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലുണ്ട്. പക്ഷെ അവിടെയൊക്കെ സിംപ്ലിഫിക്കേഷൻ വളരെ ഈസിയാണ് അല്ലേ. അല്ലെങ്കിൽ റൈറ്റ് സൈഡ് ഒരു ഡിറ്റർമിനന്റ് വരും എങ്കിൽ രണ്ട് സൈഡും എക്സ്പാൻഡ് ചെയ്യണം, ഇക്വേറ്റ് ചെയ്യാൻ പാടില്ല, അത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഡിറ്റർമിനന്റ് വാല്യൂ 6 ആണെങ്കിൽ ഫൈൻഡ് വാല്യൂ ഓഫ് എക്സ്. അപ്പോൾ ഇത് വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുക. ഇത് ഇൻറ്റു ഇത് x × 2 + x -1 × 2 = എന്ത് എഴുതാം? 6 എന്ന് എഴുതാം. എക്സ്പാൻഡ് ചെയ്യുക, അറിയാമല്ലോ 2 + x × x -2 × 1 -2 = 6. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 2x + x² -2 പിന്നെ ഈ 6 ഇപ്പുറത്തോട്ട് -6 = 0. ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോർമുല എഴുതിയാൽ x² + 2x -8 = 0. ഫാക്ടറൈസേഷൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള x = -b ± √b² - 4ac/2a ആ റിസൾട്ട് യൂസ് ചെയ്തും നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടെത്താം. ഇവിടെ ഫാക്ടറൈസേഷൻ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 2 രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -8. വാട്ട് ആർ ദ നമ്പേഴ്സ്? നമ്മുടെ 4ഉം -2 4ഉം -2 മൾട്ടിപ്ലൈ ചെയ്താൽ -8 കിട്ടും, ആഡ് ചെയ്താൽ +2. സോ ഫാക്ടേഴ്സ് x + 4 × x - 2. അപ്പോൾ x = -4, ഇവിടെ x = എന്ത് കിട്ടും? 2. അപ്പോൾ എക്സിന്റെ വാല്യൂ രണ്ടെണ്ണം ആകാൻ സാധ്യതയുണ്ട്, -4 അല്ലെങ്കിൽ എന്താണ് +2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. If order of A = 3/3, order of the matrix A = 3/3 and determinant A = 5, then determinant at J. ഡിറ്റർമിനന്റ് അറ്റ് ജെ കാണുന്ന ഫോർമുല നിങ്ങൾക്കറിയാം. ഡിറ്റർമിനന്റ് എ റൈസ് ടു n-1. ഇവിടെ ഓർഡർ 3/3. n എന്ന് പറയുന്നത് 3 ആണ്, മെട്രിക്സിന്റെ ഓർഡർ. സോ ഡിറ്റർമിനന്റ് എ റൈസ് ടു 3 - 2 എന്ന് കിട്ടും. ഡിറ്റർമിനന്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 5. സോ ആൻസർ 5² = 25. ഇത് പ്രീവിയസ് എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ്, ഫൈൻഡ് വാല്യൂ ഓഫ് കെ ഇഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ 4 സ്ക്വയർ യൂണിറ്റ്സ് വിത്ത് വെർട്ടിസസ് k, 0, 4, 0 ആൻഡ് 0, 2. ഒരു ട്രയാങ്കിളിന്റെ ഏരിയ തന്നിട്ടുണ്ട്, അതിന്റെ വെർട്ടിസസിലെ ഒരു അൺനോൺ കെയുടെ വാല്യൂ കാണണം. ഏരിയ = 4. ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണുന്ന ഫോർമുല ½ ഇൻറ്റു ഡിറ്റർമിനന്റ് x1, x2, x3. ആദ്യത്തെ കോർഡിനേറ്റ് എഴുതുക, അത് k4 0. y1, y2, y3. വെർട്ടിസസിലെ രണ്ടാമത്തെ എലമെന്റ്സ് എഴുതുക, 0, 0, 2, 1, 1, 1. എന്താണ് ഫോർമുല? 1/2 x1, x2, x3 y1, y2, y3 1, 1, 1. ആ വെർട്ടിസസിലെ x കോർഡിനേറ്റ് ആദ്യത്തെ കോളത്തിൽ എഴുതുക, y കോർഡിനേറ്റ് രണ്ടാമത്തെ കോളത്തിൽ എഴുതുക, തേർഡ് കോളം 1, 1, 1 = എന്താണ്? 4 എന്നാണ് തന്നിട്ടുള്ളത്. പക്ഷേ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് വാല്യൂ മാത്രമേ എഴുതാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ +4 കിട്ടാം, -4 കിട്ടാം. പക്ഷേ ഏരിയ എഴുതുമ്പോൾ 4. പക്ഷേ ഡിറ്റർമിനന്റ് വാല്യൂ എഴുതുമ്പോൾ അതിനെങ്ങനെ എഴുതണം? +4 -4 എന്ന് എഴുതണം. സോ ഇനി ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ +or -8. ലെഫ്റ്റ് സൈഡ് ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുക, നിങ്ങൾക്കറിയാം എന്നാണ് വിശ്വാസം. k ഇൻറ്റു അത് ഉൾപ്പെടുന്ന കോളം ഹൈഡ് ചെയ്യുക, റോ ഹൈഡ് ചെയ്യുക. ഈ 4 എലമെന്റിന്റെ ഡിറ്റർമിനന്റ് അല്ലേ, എങ്ങനെയാണ്? 0 - 2 അതാണ് എഴുതിയിരിക്കുന്നത്. അടുത്ത -0 ഇൻറ്റു
അല്ലെ. 0 ഇൻറ്റു എന്ത് വന്നാലും 0, അതുകൊണ്ട് ഒറ്റയടിക്ക് എഴുതി. എങ്കിലും അതിൻ്റെ വാല്യൂ കാണുന്നത് എങ്ങനെയാണ്? അത് ഉൾപ്പെടുന്ന റോ ഹൈഡ് ചെയ്യുക, കോളം ഹൈഡ് ചെയ്യുക. പിന്നെ 4101 അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂറ്റ് ചെയ്യണം, അതിൻ്റെ ആവശ്യമില്ല. അടുത്ത തേർഡ് എലമെൻറ്റ് അതുപോലെ +1 ഇൻറ്റു, പലരും വെറും ഉണ്ടെന്ന് എഴുതും, +1 അത് തന്നെ എഴുതണം. 1 ഉൾപ്പെടുന്ന റോ ഹൈഡ് ചെയ്തു, കോളം ഹൈഡ് ചെയ്തു. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 8 - 0. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടി? -2k. ഇവിടെ എന്താണ്? +8 ആണ്. അത് അപ്പുറത്ത് വരുമ്പോൾ -8. ഓൾറെഡി ഇവിടെ എന്തുണ്ട്? +or-8 ഉണ്ട്. ഈ +8 അപ്പുറത്ത് വരുമ്പോൾ -8. ഇനി രണ്ട് വാല്യൂസ് ആയിട്ട് നമുക്ക് എഴുതാം. -2k ഈക്വൽ ടു, ഇവിടെ ആദ്യം +8 കൊടുക്കാം, 8 - 8. അപ്പോൾ -2k ഈക്വൽ ടു 0, k ഈക്വൽ ടു 0. ഇനി മറ്റൊരു പോസിബിലിറ്റി, ഈ -2k ഈക്വൽ ടു, ഇവിടെ ഞാൻ +8 ആണ് കൊടുത്തത്. മറ്റൊരു പോസിബിലിറ്റി -8, -8 അതാണ് എഴുതിയിരിക്കുന്നത്. -2k ഈക്വൽ ടു -16, k ഈക്വൽ ടു എന്ത് കിട്ടും? 18. ഇവിടെയും kക്ക് രണ്ട് വാല്യൂ ഉണ്ട്. 0 അല്ലെങ്കിൽ എന്താണ്? 0 അല്ലെങ്കിൽ എന്താണ്? 8 എന്ന വാല്യൂ വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഞാനൊന്ന് ഉൾപ്പെടുത്തി എന്ന് മാത്രം. താല്പര്യമുള്ളവർ മാത്രം നോക്കിയാൽ മതി. എ എന്ന മെട്രിക്സ് തന്നിട്ടുണ്ട്, അഡ്ജോയിൻ്റ് തന്നിട്ടുണ്ട്. ഫൈൻഡ് എ ഇൻറ്റു അഡ്ജെ ദെൻ ആൻഡ് ഡിറ്റർമിനൻ്റ്. ഇത് രണ്ടും കണ്ടെത്തണം കേട്ടോ. ഡിറ്റർമിനൻ്റ് എയും കാണണം, എ ഇൻറ്റു അഡ്ജെ. എന്നിട്ട് ഫൈൻഡ് വാല്യൂസ് ഓഫ് പി ആൻഡ് ക്യൂ. സോ എ ഇൻറ്റു അഡ്ജെ, എ എന്ന മെട്രിക്സ് എഴുതുക, അഡ്ജെ എന്ന മെട്രിക്സ് രണ്ട് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ഈ രണ്ട് മെട്രിക്സ് തമ്മിൽ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നില്ല, മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഡിറ്റർമിനൻ്റ് എ കാണുക. എ എന്ന മെട്രിക്സ് തന്നിട്ടുണ്ടല്ലോ, അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഡിറ്റർമിനൻ്റ് എ കിട്ടും. നെക്സ്റ്റ് ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ കാണുക. ഐ എന്ന് പറഞ്ഞാൽ ഇവിടെ 3/3 മെട്രിക്സ് ആയതുകൊണ്ട് 1 0 0 1 0 0 0 1 എന്ന് എടുക്കുക. അടുത്ത് ഐ ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ, ഡിറ്റർമിനൻ്റ് എയുടെ വാല്യൂ ഇതാണല്ലോ. അപ്പോൾ ഓരോ എലമെൻറ്റിനെയും ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ മെട്രിക്സ് കിട്ടും. എന്നിട്ട് വി ഹാവ് എ ഇൻറ്റു അഡ്ജെ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ എന്നാണ് അല്ലേ. എ ഇൻറ്റു അഡ്ജെ തൊട്ട് മേളിൽ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ഇത് ഈക്വൽ ടു ഇത് നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഇക്വേറ്റ് ചെയ്യുക. 4 - 2p കണ്ടോ, ഇത് ഈക്വൽ ടു എന്താണ് ഇവിടെ? 0. അപ്പോൾ അതിൽ നിന്ന് പിയുടെ വാല്യൂ കിട്ടും 2. അതുപോലെ നമുക്ക് പിന്നെ ക്യൂ ആണ് കാണേണ്ടത്. ക്യൂ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്, ഇവിടെ -2q + 2, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ 0. ക്യൂ ഈക്വൽ ടു 2. താല്പര്യമുള്ളവർ മാത്രം നോക്കുക. കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പഴയ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു മാത്രം. കഥ പിടികിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. എ തന്നിട്ടുണ്ട് അഡ്ജെ, എ ഇൻറ്റു അഡ്ജെ, ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അത് ഡയറക്റ്റ് ഡിറ്റർമിനൻ്റ്, ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യുക. ഇൻ ടേംസ് ഓഫ് പി ആൻഡ് ക്യൂവിൽ കിട്ടും. എന്നിട്ട് ഫൈൻഡ് വാല്യൂസ് ഓഫ് പി ആൻഡ് ക്യൂ. അതിനുവേണ്ടി ഒരു റിസൾട്ട് അപ്ലൈ ചെയ്യണം. എ ഇൻറ്റു അഡ്ജെ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ. ഇത് രണ്ടും കണ്ടെത്തി വെച്ചിട്ടുണ്ടല്ലോ. രണ്ടും ഇക്വേറ്റ് ചെയ്യുക. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പിയുടെയും ക്യൂയുടെയും വാല്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് വാല്യൂ ഓഫ് എക്സ് ഇഫ് ദിസ് മെട്രിക്സ് ഈസ് സിംഗുലാർ. ഓർത്തിരിക്കുക, ഈ ടേം ഒരു മെട്രിക്സ് സിംഗുലാർ ആണെങ്കിൽ ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആയിരിക്കും. If the matrix A is singular, then determinant A equal to 0. ഇൻവേഴ്സ് ഉണ്ടാകണമെങ്കിൽ ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0. ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ആ മെട്രിക്സിനെ നോൺ സിംഗുലാർ എന്ന് പറയും. ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഡിറ്റർമിനൻ്റ് എന്തായിരിക്കണം? നോട്ട് ഈക്വൽ ടു 0. അതായത് ആ മെട്രിക്സ് നോൺ സിംഗുലാർ ആയിരിക്കണം. ജസ്റ്റ് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇവിടെ എക്സിൻ്റെ വാല്യൂ കാണണം. ഇഫ് ദിസ് മെട്രിക്സ് ഈ സിംഗുലാർ, ഈ മെട്രിക്സ് സിംഗുലാർ ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു എന്താണ്? 0. ഡിറ്റർമിനൻ്റ് ഓഫ് തന്നിട്ടുള്ള മെട്രിക്സിലെ എലമെൻറ്റ്സ് എഴുതുക 0. ഇത് എക്സ്പാൻഡ് ചെയ്യുക. എക്സ് ഇൻറ്റു കോളം കളയുക, റോ കളയുക. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -5 - 2. രണ്ടാമത്തെ എലമെൻറ്റ് ഓപ്പോസിറ്റ് സൈഡ് -3 ഇൻറ്റു റോ കളയുക, കോളം കളയുക. 5 - 2x + 4 ഇൻറ്റു റോ ഹൈഡ് ചെയ്യുക, കോളം ഹൈഡ് ചെയ്യുക. 1 + x എന്ന് കിട്ടും. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 3x ഈക്വൽ ടു 11, x ഈക്വൽ ടു എന്ത് കിട്ടും? 11/3 എന്ന് കിട്ടും. നെക്സ്റ്റ് നോൺ വേർഡ് ക്വസ്റ്റ്യൻ. If order of A 3/3, then if order of A 3/3, determinant A equal to -1, determinant B equal to 3, then determinant 3AB. നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി അറിയാം. determinant KA equal to k raised to n into determinant A. If order of the matrix is n/n, അല്ലെങ്കിൽ A എന്ന മെട്രിക്സിന്റെ ഓർഡർ n ആണെങ്കിൽ ഡിറ്റർമിനന്റ് k raised to n into A എന്ന് എഴുതാം. ഇവിടെ എയും ബിയും എന്താണ്? 3/3 മെട്രിക്സ്, അതായത് n ഈക്വൽ ടു 3. അപ്പോൾ ഈ 3 പുറത്തെടുക്കുമ്പോൾ എന്ത് വരും? 3 raised to n, 3 raised to 3. പിന്നെ ഡിറ്റർമിനന്റ് AB 3 raised to 3 എന്ന് പറഞ്ഞാൽ 27. ഡിറ്റർമിനന്റ് ABയെ ഡിറ്റർമിനന്റ് A ഇൻറ്റു ഡിറ്റർമിനന്റ് B എന്ന് എഴുതാം.
സോ 27 ഇൻറ്റു ഡിറ്റർമിനൻ്റ് എ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് -1, ഡിറ്റർമിനൻ്റ് ബി 3 തന്നിട്ടുണ്ട്. ഫൈനൽ ആൻസർ -81 എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 8. If order of a 2/2, then determinant k equal to 64 into determinant a, then k is, ഞാനിപ്പോൾ സൂചിപ്പിച്ചു, ഡിറ്റർമിനന്റ് k എന്ന് പറഞ്ഞാൽ k റൈസ് ടു n ഇൻറ്റു ഡിറ്റർമിനന്റ് എന്ന് എഴുതാം. k റൈസ് ടു n, n ഇൻറ്റു ആണല്ലോ, k സ്ക്വയർ ഇൻറ്റു ഡിറ്റർമിനന്റ് ഈക്വൽ ടു ഇത്. അപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ k സ്ക്വയർ ഈക്വൽ ടു 64. k സ്ക്വയർ 64 ആണെങ്കിൽ k യുടെ വാല്യൂ എന്തായിരിക്കും? k സ്ക്വയർ 64 ആണെങ്കിൽ k യുടെ വാല്യൂ ±8. ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ k സ്ക്വയർ 64, k ഈക്വൽ ടു ±8. ഫൈനലി ദ ലാസ്റ്റ് വൺ. ഇഫ് A is an invertible matrix of order 2/2, അതായത് 2, then determinant A inverse. Determinant A inverse എന്ന് പറയുന്നത് 1/determinant A ക്ക് ഈക്വൽ ആയിരിക്കും. സോ ഈ ചാപ്റ്ററിൽ നിന്ന് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ചോദിക്കാൻ സാധ്യത. അത് ചോദിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തിയെന്ന് മാത്രം, വലിയ പ്രാധാന്യമൊന്നും കൊടുക്കണ്ട. ഈ ചാപ്റ്റർ ഭംഗിയായിട്ട് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക. ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക് അതൊരിക്കലും മിസ്സാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത്തരം ക്വസ്റ്റ്യൻസ്, സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി 1-2 ചാപ്റ്റേഴ്സ് ഉണ്ട്, അതുടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഈ വർഷത്തെ മാത്തമാറ്റിക്സ് പബ്ലിക് എക്സാമിനേഷന് എല്ലാവർക്കും മികച്ച സ്കോർ കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.